ഇന്ന് നമ്മൾ പരിചയപ്പെടുക വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എമറിച്ച്. ഈ വാഴ്ത്തപ്പെട്ട വ്യക്തിത്വത്തെ, വിശുദ്ധ വ്യക്തിത്വത്തെ ഞാൻ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന നോമ്പ് കാലത്ത് പീഡാനുഭവത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ലൈബ്രറി തപ്പി. അപ്പോൾ അതിനകത്തൊരു പുസ്തകം, യേശുവിൻ്റെ പീഡാനുഭവ രംഗങ്ങൾ, ദർശനങ്ങൾ, ഒരു വ്യക്തിക്ക് ലഭിച്ചത്, വെളിപാടുകൾ. അപ്പോൾ ഇതാരുടെ ദർശനങ്ങളാണെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ആൻ കാതറിൻ എമറിച്ച്. അപ്പോൾ ഞാനതൊരു ഓദർ പോലെ നോക്കി. ഓദർ വിവർത്തനമാണ്, ജർമ്മൻ ഭാഷയിൽ നിന്നുള്ള വിവർത്തനമാണ്. അപ്പോൾ ഞാൻ ആരാണ് ഈ വ്യക്തി എന്ന് നോക്കിയപ്പോഴാണ് അതൊരു വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എമറിച്ചാണെന്ന് മനസ്സിലായത്. മറ്റൊരു പ്രത്യേകത, ഈ പുസ്തകത്തെ അല്ലെങ്കിൽ ഈ ദർശനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മളെല്ലാവരും എല്ലാ പീഡാനുഭവ നാളിലും കാണുന്ന പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ആഴമായ അനുഭവങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്നെല്ലാം കിട്ടില്ല. എങ്ങനെയാണ് ഓരോ രംഗങ്ങളിൽ പോയെന്നൊക്കെ. പക്ഷേ ഓരോരോ വിശുദ്ധർക്ക് ദർശനങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ കിട്ടിയ ഈ ദർശനത്തിൽ നിന്നാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സമയങ്ങളിൽ പീഡകൾ അനുഭവിച്ച് നമ്മെ രക്ഷിച്ച യേശുവിനോടുള്ള സ്നേഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എമറിച്ചിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ജർമ്മനിയിലാണ് ഈ വാഴ്ത്തപ്പെട്ട വ്യക്തിത്വം ജനിച്ചത്. 1774 സെപ്റ്റംബർ 8, നമുക്കറിയാം മാതാവിൻ്റെ തിരുനാളാണ് സെപ്റ്റംബർ 8. ആ വിശുദ്ധ ദിനത്തിലാണ് ഈ പുണ്യവതി ജനിച്ചത്. മാതാപിതാക്കൾ സാധാരണ കർഷകർ. അപ്പൻ ബെർണാഡ് എമറിച്ച്, അമ്മ അന്ന ഹില്ലർ. സാധാരണ കുടുംബാംഗങ്ങൾ. പക്ഷെ ഇവർ ഭയങ്കര ഭക്തിയിലും സ്നേഹത്തിലും വിശ്വാസത്തിലുമൊക്കെ മക്കളെ വളർത്തി. ഈ അപ്പനും അമ്മയും മക്കളൊക്കെ കൂടെ ഒരുമിച്ച് പറമ്പിൽ ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രത്യേകത കാണുന്നത്, എവിടെയാണോ ജോലി എടുക്കുന്നത് ആ നേരത്ത് മക്കളോട് പറയും, മോളെ ഇപ്പോൾ ആ പള്ളിയിൽ കുർബാന നടക്കുന്ന സമയമാണ്, ഇപ്പോൾ ഇതാ ഈ പ്രയറാണ് അവിടെ ചെല്ലുന്നത്, ഇപ്പോഴിതാ ഓസ്തിയും തിരുരക്തവും കൂദാശ ചെയ്യപ്പെടുന്നു, കർത്താവിൻ്റെ തിരുരക്തങ്ങളാകുന്നു. അങ്ങനെ ഓരോ ഭാഗവും മനസ്സിൽ കണ്ടുകൊണ്ട് ആ ടൈമിങ് വെച്ച് അപ്പൻ ഇവിടെ നിന്ന് പറയും. അപ്പോൾ അതിൻ്റെ അതേ രൂപയിൽ ഇവിടെ നിന്ന് ഇവർ ഈ പറമ്പിലായാലും അവിടെ നിന്ന് അവർ കൈകൂപ്പും, സ്വീകരിക്കും. അപ്പോൾ അങ്ങനെ ആഴമായൊരു ആധ്യാത്മികത പാരൻസിൽ നിന്ന് ഈ മക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻ കാതറിൻ്റെ ജീവിതം നമ്മൾ വിലയിരുത്തുമ്പോൾ ഒത്തിരിയേറെ സംഭവ ബഹുലമാണ്. ഒത്തിരിയേറെ പ്രത്യേകതകൾ, വിശേഷണങ്ങൾ കാണാം. കുറേ സംഭവങ്ങളില്ലെങ്കിലും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ, സ്വഭാവ സവിശേഷതകളാണ് നമുക്ക് കാണുക. നന്നായിട്ട് ചെറുപ്പത്തിലേ നന്നായിട്ട് അപ്പനമ്മമാരുടെ കൂടെ പണിയെടുക്കാനായിട്ട് കൂടും. ഈ കൊച്ചിൻ്റെ പ്രത്യേകത പറയുന്നത്, കൊച്ചാനിന് കുഞ്ഞിലെ തന്നെ മാലാഖമാരുടെ ഒരു സാന്നിധ്യം. ഇപ്പോൾ പറമ്പിൽ കൊച്ച് ഒറ്റയ്ക്ക് നിന്നാലും കൂടെ മാലാഖമാരുടെ ഒരു സാന്നിധ്യമുണ്ട്. ആടിനെയൊക്കെ മേയ്ക്കാനായിട്ട് പറമ്പിലേക്ക് പോകേണ്ടി വരും. അപ്പോഴൊരു പ്രത്യേകത, ഈശോ ആട്ടിടയനായിട്ട് കൂടെ നടന്ന് ഒരു സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ തന്നെയാണ് പറമ്പിലെന്നുള്ളൊരു ഫീലിങ്സ് ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഈശോ വരുന്ന പറയണേ, ഷെപ്പേർഡിൻ്റെ രൂപത്തിൽ. എന്തൊരു അനുഗ്രഹമാണല്ലേ അത്. അതുപോലെ തന്നെ മാതാവ് വരും, ഉണ്ണീശോയുമായിട്ട് വരും. അപ്പോൾ കാര്യങ്ങൾ അവിടെ നിന്ന് സംസാരിക്കും, വെളിപ്പെടുത്തും. ഒപ്പം തന്നെ ബൈബിളിലെ പല ഭാഗങ്ങളും വിഷനിലെന്ന പോലെ, ആ വിഷൻ നേരിട്ടിങ്ങനെ മുന്നിൽ ഒരു ഫോട്ടോയിലെന്ന പോലെ മുന്നിൽ കാണും. അപ്പോൾ അന്ന് വീട്ടിൽ വന്നിട്ട് കൂട്ടുകാരോടും ബാക്കിയുള്ളവരോടും ഒക്കെ ഇങ്ങനെ പറയും, ഞാനിത് കണ്ടു കേട്ടോ. അടുത്തുള്ളവരോടൊക്കെ ഇങ്ങനെ പറയും, ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ ഈ കേൾക്കുന്നവർക്കുണ്ടോ ഇത് വല്ല അറിയുന്നു? അപ്പോൾ അവർ പറയും, അങ്ങനെയോ? അവരിങ്ങനെ വണ്ടടിച്ച് നിൽക്കും. ചിലർ പോസിറ്റീവായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും, ചിലരൊരു നല്ലതല്ലാത്തൊരു മുഖം കാണിക്കും, ഒരു ഇറിറ്റേറ്റഡ് മുഖം കാണിക്കും. അപ്പോൾ കൊച്ചാണെങ്കിലും ആൻ കാതറിൻ വിചാരിക്കും, ഞാനിത് പറയണ്ട. ആൻ കാതറിൻ്റെ വിചാരം ഞാൻ മാത്രമല്ല, എല്ലാവരും ഇതിങ്ങനെ കാണണ്ടെന്ന്. അതുകൊണ്ടാണ് ഇവരോടൊക്കെ വന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഇതൊരു പരിചയമില്ലാതെ ഇറിറ്റേഷൻ കാണിക്കുന്നത് കൊണ്ട് പിന്നെ വിചാരിച്ചു, എന്നാൽ പിന്നെ എല്ലാം പറയണ്ട, കണ്ടതെല്ലാം കേട്ടതെല്ലാം പറയണ്ടല്ലോ, ഞാൻ മാത്രം ഉള്ളിൽ അറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ച് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും യെസ് നോ
ഇതിനെക്കുറിച്ചൊക്കെ വിഷനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത്രമാത്രം അതൊരു നല്ല ഉത്തരമല്ലേ. ചില കാര്യങ്ങളിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ അവരെ ബുദ്ധിമുട്ടിക്കുകയും വേണ്ട, അതേസമയം അവരോടൊരു സപ്പോർട്ടും. അപ്പോൾ യെസ് ഓർ നോ എന്നുള്ളൊരു ഉത്തരം കൊടുത്താൽ അത് നല്ലതാണത്. ഈ കൊച്ച് ആൻ കാതറിൻ്റെ മറ്റൊരു പ്രത്യേകത, നന്മയേത് തിന്മയേത്, സത്യമേത് അസത്യമേത്, ചെയ്യേണ്ടതേത് ചെയ്യേണ്ടാത്തതേത് എന്ന് തിരിച്ചറിയാനുള്ളൊരു വലിയ കഴിവ് തനിയെ ഒരു ഇൻഡ്യൂഷൻ പോലെ ലഭിച്ചിരുന്നു. ആരൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമല്ല. മറ്റൊരു പ്രത്യേകത, നമ്മളിങ്ങനെ ഇത്രയും പ്രത്യേകതകളൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതിങ്ങനെ കർത്താവ് ഇങ്ങനെ തരികയാണെങ്കിൽ നല്ലതാണല്ലോ. പക്ഷേ ഈ വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയിലേക്ക് പോകുമ്പോൾ ഈശോയായിട്ട് ഭയങ്കര കണക്ഷനാണ്. ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. വീട്ടിലാണ് കേട്ടോ കുട്ടി. ഇടയ്ക്ക് പള്ളിയിൽ പോകാൻ സമയം കിട്ടുമ്പോൾ ഉടനെ പോകും, അവിടെ പോയിരിക്കും. രാത്രി ഒത്തിരി സമയം ഇരുന്ന് ഈശോയെ മനസ്സിൽ കാണും. ഈ ആൻ കാതറിൻ എമറിച്ചിൻ്റെ ചിത്രം നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, കുരിശിങ്ങനെ കൈപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്ന കാണാം. അപ്പോൾ ഈ ക്രൂശത്തിനോട് പണ്ട് ഇങ്ങനെ സ്നേഹമുണ്ട്. ഒരിക്കലും ഉച്ചയ്ക്ക് പള്ളിയിൽ പോയിട്ട് 12:30 ഇങ്ങനെ പോയി പ്രാർത്ഥിക്കുകയാണ്. പള്ളിയിൽ ക്രൂശിതിനെ നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇങ്ങനെ കണ്ടാലെന്ത പോലെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഏറ്റെടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് സക്രാരിയിൽ നിന്ന് ഈശോ ഈ ചുമന്ന ഡ്രസ്സൊക്കെ ഇട്ട്, വെള്ള ഡ്രസ്സും ചുമന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. ഈശോ എന്നിട്ട് ഇപ്പോൾ ഈശോനെ നോക്കിയപ്പോൾ ഈശോയുടെ കയ്യിൽ ഒരു കയ്യിൽ, ഇടത്തെ കയ്യിൽ ഒരു കെട്ട് പൂവ്, വലത്തെ കയ്യിൽ ഒരു മുൾക്കിരീടം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒപ്പം ആൻ കാതറിൻ്റെ നേരെ നീട്ടിയിട്ട് ഈശോ ചോദിച്ചു, മോളെ ആൻ കാതറിൻ, ഇതിലേതാ നിനക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് തരേണ്ടത്? അപ്പോൾ ആനിങ്ങനെ മാറി മാറി നോക്കി, പൂ വേണോ ക്രൗൺ വേണോ? അപ്പോൾ വിചാരിച്ചു ഈശോ ചൂടിയത് ഈ മുൾക്കിരീടമല്ലേ, എനിക്കത് മതി, എനിക്ക് മുൾക്കിരീടം മതി ഈശോ. അപ്പോൾ പതുക്കെ ഈശോ മുൾക്കിരീടം ഇങ്ങനെ ആൻ കാതറിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. അതോടുകൂടി ആ ദർശനം അവിടെ തീർന്നു. പക്ഷേ ഈ മുൾക്കിരീടം വെച്ചു എന്ന് തോന്നുന്ന സ്ഥലത്ത് തലയിൽ ഭയങ്കര വേദന. വീട്ടിൽ പോയപ്പോഴും വേദന ഫീൽ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദന, അവിടുന്ന് ബ്ലഡ് ഇങ്ങനെ എടുക്കണ പോലെ. അപ്പോൾ അടുത്തറിയുന്നൊരു കൂട്ടുകാരോട് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, എന്തെങ്കിലും പ്രത്യേകത എന്നെ കാണുമ്പോൾ ഉണ്ടോ? അപ്പോൾ ഈ കൂട്ടുകാരിക്ക് അറിയാം ഇത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ആൻ കാതറിൻ, അതുകൊണ്ട് ഒത്തിരിയേറെ ദൈവികമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്, ഇത് എന്തെങ്കിലും ഒരു അടയാള അനുഭവം ആകും. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇത് മറ്റുള്ളവരധികം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കെട്ടിവെക്കാം. അതുകൊണ്ട് ചിത്രത്തിൽ ആൻ കാതറിൻ എമറിച്ചിൻ്റെ ചിത്രത്തിൽ എപ്പോഴും ഒരു കെട്ട് ഇങ്ങനെ കാണാം. അത് മറ്റാരും ഈ ബ്ലഡ് തലയിൽ നിന്ന് വരുന്നത് കാണാതിരിക്കാനാണ്. ഈ ബ്ലഡ് വരുന്നത് കർത്താവിൻ്റെ ക്രൂശിത അനുഭവം, ഈശോയുടെ തരിൽ മുൾക്കിരീടം വെച്ചപ്പോൾ ബ്ലഡ് വന്നത് ആ സ്നേഹത്താൽ ഈശോ അതേ അനുഭവം കൊടുക്കുകയാണ്, അതേ പെയിനും കൊടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ അത് മാറും. ഇങ്ങനെയൊക്കെ ലഭിക്കുമ്പോഴും സാധാരണ ഒരു പെൺകുട്ടിയെ പോലെ തന്നെയാണ് വീട്ടിൽ ആൻ കാതറിൻ കഴിയുന്നത്. നന്നായിട്ട് പണിയെടുക്കും, പാരൻസിനെ സഹായിക്കും, വേണ്ടിടത്തെല്ലാം പോകും, പറമ്പിൽ പോകും, എല്ലാ കാര്യങ്ങളും പോകും. പറമ്പിലൊക്കെ പോകുമ്പോൾ മറ്റൊരു പ്രത്യേകത, പറമ്പിൽ ചെന്നാൽ ഏത് ചെടിയാണ് നല്ലത്, അതായത് ചിലതിന് നല്ല കെമിക്കൽ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പറ്റിയതാണ്, അങ്ങനെയുള്ള മൂല്യമുള്ള ചെടികൾ ഏതാണെന്ന് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയും. അപ്പോൾ ഇതിനു മുമ്പ് അത് ആർക്കും അറിയില്ല, ഈ ചെടി ഇതിന് പറ്റിയതാണ്. അപ്പോൾ പറയും ഇതൊരു മരുന്ന് ചെടിയാണ്, ഇതൊരു ഹെർബലാണ്, ഇത് നല്ലതാണെന്നും പറഞ്ഞ് അത് പറിച്ചു കൊണ്ടുവന്നിട്ട് വീടിൻ്റെ അവിടെ കൊണ്ടുവന്ന് നടും. അപ്പൻ്റെ സ്വന്തമായിട്ടുള്ള പറമ്പിൻ്റെ അടുത്ത് കൊണ്ട് നടും. മറ്റേത് പോകുന്നത് ഈ ആടുകളെയൊക്കെ മേയ്ക്കാനായിട്ട് അകലെ പറമ്പിലേക്കാണ്. അപ്പോൾ ചോദിക്കും, മോളെ ഇതെന്ത് ചെടിയത്? അപ്പോൾ പറഞ്ഞു, എനിക്കറിയില്ല, ഈശോനോട് പറഞ്ഞതാണ് ഇത് ഇന്ന രോഗത്തിന് വെച്ച് നോക്കാൻ. അങ്ങനെ നോക്കുമ്പം അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കണ്ടോ, കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചിലത് കണ്ടാൽ വെളിപ്പെടുത്തി കൊടുക്കും, ഇത് വിഷമുള്ളതാണ്, പറ്റാത്തതാണ്. ചില ചെടികൾ ചിലർ ദുരാചാരങ്ങൾക്ക് വേണ്ടി മന്ത്രവാദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ പറയും, ഇത് തോന്നും, ഒരു നെഗറ്റീവ് എനർജി വരും. അപ്പോൾ അത് അവിടെ നിന്നത് പറിച്ചു കളയും. അപ്പം നന്മ തിന്മ തിരിച്ചറിയാനും ഉന്മൂലനം ചെയ്യാനുമായിട്ടുള്ള വലിയൊരു കഴിവ് അടങ്ങിയിട്ടുണ്ട്.
അതുപോലെ തന്നെ അച്ഛൻ അകലെ പള്ളിയിൽ നിന്ന് ബ്ലെസ്സഡ് സാക്രമെൻ്റ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ അകലെ ഇരിക്കുമ്പോൾ ആ ബ്ലെസ്സഡ് സാക്രമെൻറ്റിൽ നിന്ന് വലിയൊരു പവർ തന്നിലേക്ക് വരും. അപ്പം അറിയാം അവിടെ അച്ഛൻ തിരുവോസ്തിയുമായിട്ട് പോകുന്നുണ്ട്. ഉടനെ താൻ എവിടെയായിരിക്കുന്നുവോ അവിടെ മുട്ടുകുത്തി ഈശോയെ കണ്ടിട്ട്, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ഇന്നും വാഴ്ത്തുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വെഞ്ചരിച്ച വസ്തുക്കൾ കണ്ടാലറിയാം, ആരും പറയണ്ട, അതിൻ്റെ സാന്നിധ്യം അവിടെ ഒരു ബ്ലെസ്സഡായിട്ട് ആൾക്ക് അനുഭവപ്പെടും. അതുപോലെ പേഗനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ, സത്യദൈവമല്ലാതെ എന്തോട് ബന്ധമുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതും കണ്ടാലറിയാം. മാത്രമല്ല മറ്റൊരു പ്രത്യേകത, വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ എവിടെയെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്നാൽ, ഉദാഹരണത്തിന് പള്ളിയിൽ ഒരു വിശുദ്ധരുടെ തിരുശേഷിപ്പ് കൊണ്ടുവന്നാൽ ആരും പറയാതെ തന്നെ ആൻ കാതറിൻ എമറിച്ചിന് അറിയാം ഇത് ആരുടെ തിരുശേഷിപ്പാണ്, ഈ തിരുശേഷിപ്പ് ശരിക്കും ഒറിജിനലി എവിടെയാണ് ഇരിക്കുന്നത്, ഈ തിരുശേഷിപ്പിന് ഉടമയായ വിശുദ്ധയുടെ അല്ലെങ്കിൽ വിശുദ്ധൻ്റെ ജീവിതം എപ്രകാരമാണ്, ജീവിത സംഭവങ്ങൾ എന്തെല്ലാമാണെന്നെല്ലാം ഒരു വിഷനിൽ എന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ എന്ന പോലെ വ്യക്തമായിട്ട് കാണാം, ആരും പറയണ്ട. ഇങ്ങനെയൊക്കെ ലഭിക്കുമ്പോഴും ഒരു ഓർഡിനറി ലൈഫ് തന്നെയാണ് നയിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കും, പാവങ്ങളെ സ്നേഹിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. തനിക്ക് എന്തെല്ലാം സ്വന്തമായിട്ടുണ്ടോ, തനിക്ക് എന്തെല്ലാം സ്വന്തമായിട്ടുണ്ടോ അത് അന്യർക്ക് ആവശ്യമാണെന്ന് കണ്ടാൽ ഉടനെ കൊണ്ടു കൊടുക്കും. ഇതെന്നേക്കാൾ ആവശ്യം അവർക്കാണ്. ചിലപ്പോൾ ഈശോയോട് ചോദിക്കും, ഈശോ പറയണം കേട്ടോ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം എന്നേക്കാൾ ആവശ്യം ആർക്കാണെന്ന് നീ കാണിച്ചു തരണം. അങ്ങനെ ഈശോ കാണിച്ചു കൊടുക്കുന്നിടത്തേക്ക് അത് കൊണ്ടുപോയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ രോഗികളായവരെ ശുശ്രൂഷിക്കും, അവരുടെ വീടുകളിൽ പോയിട്ട് ശുശ്രൂഷിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ സ്നേഹത്തിൻ്റെ സേവനത്തിൻ്റെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പറമ്പിൽ വെച്ച് അകലെ കോൺവെൻറ്റിൽ വെച്ച് മണിയടിക്കുന്ന സ്വരം കേട്ടു. അപ്പോൾ പറഞ്ഞു, ഇത് കോൺവെൻറ്റിൽ നിന്നാണല്ലോ. അപ്പം തൻ്റെ ഉള്ളിൽ തൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം പണ്ടേ ഉണ്ട്. ആ മണി കേട്ടപ്പം അത് ആ ആഗ്രഹം അങ്ങോട്ട് ഉജ്ജ്വലിച്ചു. എന്നിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പാ എനിക്കും കോൺവെൻറ്റിൽ ഇങ്ങനെ പോകണം. അപ്പോൾ ആ ആഗ്രഹം ഒരു ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു ത്രില്ലോട് കൂടി ഒരു ആഗ്രഹം വന്നപ്പോൾ പറയണത്, ആ ആഗ്രഹത്തിൻ്റെ തീവ്രത കാരണം പെട്ടെന്ന് ബോധം കെട്ടുപോയെന്നാണ് പറയണത്. ചിലപ്പോൾ അങ്ങനെയല്ലേ, വലിയ ലോട്ടറിയൊക്കെ കണ്ട ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതും, വലിയ ലോട്ടറിയൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞാൽ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് കേട്ടിട്ടുള്ളതുപോലെ ഈ വിശുദ്ധയ്ക്ക് ദൈവിക കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു തലചുറ്റി. പക്ഷെ ആ വീഴ്ചയോടുകൂടെ കുറച്ച് നാൾ വീണ്ടും ഒരു രോഗക്കിടക്കയിൽ തന്നെയായി. എന്നാലും മനസ്സിനെ അങ്ങനെ ആഗ്രഹം കൊണ്ട് ഒരുക്കിക്കൊണ്ടേയിരുന്നു ദൈവത്തിനായിട്ട് സമർപ്പിക്കാനായിട്ടുള്ളത്. 1802 ഈ ആഗ്രഹം തീവ്രമായി. അപ്പോഴേക്കൊരു 28 വയസ്സായി. അതുവരെ ഒരു ഓർഡിനറി ലൈഫ് വീട്ടിലിങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പനോട് പറഞ്ഞപ്പോൾ എനിക്ക് പോകണം. അപ്പോൾ പല സന്യാസ സമൂഹത്തിൻ്റെ വാതിലുകളും മുട്ടി നോക്കി. പക്ഷേ അവർ പല കാരണങ്ങളായി റിജക്റ്റ് ചെയ്തു. പത്രമേനി കൊടുക്കണം, കാര്യങ്ങൾ കൊടുക്കണം, പിന്നെ കുറേ പ്രോസസ്സൊക്കെ ഉണ്ട്, പിന്നെ ഇതുപോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ്. അതുകൊണ്ട് കുറച്ചിടത്തൊക്കെ റിജക്ഷനാണ് വന്നത്. അവസാനം അഗസ്റ്റീനിയൻ സഭയിലേക്ക് സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ അവിടെ മെമ്പറായി. 1802 സഭയിലെ അംഗമായി. കോൺവെൻറ്റിലെ ജീവിതം സാധാരണ ജീവിതമാണ്. എല്ലാ ജോലിയും ചെയ്തു, സഹകരിച്ചു, പങ്കുവെച്ചു, സ്നേഹിച്ചു, കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു, മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചു, റിലീജിയസ് ലൈഫിനോട് ആഴമായ ഡെഡിക്കേഷൻ ചെയ്ത് ജീവിച്ചു. അപ്പോഴും തനിക്കുള്ള ഈ വിഷൻസ് ലഭിച്ചുകൊണ്ടേയിരുന്നു. വിഷൻസ് എന്ന് പറഞ്ഞാൽ വിഷൻസിൻ്റെ ഒരു കളിയാണ്. നമ്മൾ പഠിച്ച എത്ര പുസ്തകങ്ങൾ വായിച്ചാലും തീരാത്ത പോലെയാണ്. എല്ലാ രംഗങ്ങളും കാണും ഈശോയുടെ. ഓൾഡ് ടെസ്റ്റമെൻറ്റ്, പഴയ നിയമം അങ്ങനെ തന്നെ കാണും, നമുക്ക് വായിച്ചുണ്ടാക്കണ്ടേ. പക്ഷെ ആ വിശുദ്ധ വ്യക്തിത്വത്തിന് പഴയ നിയമത്തിൻ്റെ ആദ്യത്തെ പേജ് തുടങ്ങി ഇങ്ങനെ കാണിച്ചു, ഇന്ന ഭാഗങ്ങൾ, ആ കാലഘട്ടങ്ങൾ, പിന്നീട് ഇങ്ങനെ വന്നത് ഇസ്രായേൽക്കാരുടെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ കാണിച്ചു. അത് യേശുവിലേക്ക് എത്തി നിൽക്കുന്ന ഭാഗങ്ങൾ, യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ പ്രധാനപ്പെട്ട രംഗങ്ങളും നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് പോലെയെല്ലാം അതിനേക്കാൾ അപ്പുറമായിട്ട്. പക്ഷേ ഈ വിഷനിൽ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്ക്രീനിൽ എന്തോ പോലെ കാണുകയാണ്, യഥാർത്ഥ വ്യക്തി എന്ന പോലെ മുന്നിൽ കാണുകയാണ്. ഒരു 10-12 വോള്യൂംസ് ആയിട്ട് ഓരോ രംഗങ്ങളെ പറയുന്നുണ്ട്. യേശുവിൻ്റെ പാസ്കൽ കാലഘട്ടം മുതൽ സ്നാപയോഹന്നാൻ വരുന്നത് വരെ, പിന്നെ സ്നാപയോഹന്നാൻ്റെ ശിരച്ഛേദന കാലഘട്ടങ്ങൾ, പിന്നെ യേശുവിൻ്റെ പീഡാനുഭവ കാലങ്ങൾ, യേശുവിൻ്റെ
ജീവിതകാലങ്ങൾ, ഓരോരോ അത്ഭുതങ്ങൾ, കാര്യങ്ങൾ. പിന്നീട് യേശുവിൻ്റെ പീഡാനുഭവ രംഗങ്ങളിലേക്ക് വരുമ്പോൾ തീവ്രമായ വേദനകൾ, അതെല്ലാം കാണുന്നുണ്ട്. എല്ലാം പല ദിവസങ്ങളായിട്ട് കാണാണ്. അതെല്ലാം അവിടെ സമൂഹത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈശോയെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ബ്ലഡ് അധികമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു ദിവസം കാലിൽ നിന്ന് തുളയ്ക്കുന്ന വേദന അനുഭവിച്ച് കർത്താവിൻ്റെ ആണി കയറിയ ആ സ്ഥലത്ത് അതേ തൻ്റെ കാലിൽ അതേ വേദനയും അതേപോലെ രക്തവും ഇങ്ങനെ ചീറ്റി വരും, കയ്യിൽ അങ്ങനെ ചീറ്റി വരും, തലയിൽ നിന്ന് അങ്ങനെ വരും. ഒപ്പം എല്ലാ രംഗങ്ങളും ഇങ്ങനെ കാണിക്കപ്പെടും. അപ്പം നമ്മൾ കുരിശിൻ്റെ വഴിയിലൊക്കെ എന്തൊക്കെയാണോ ധ്യാനിക്കുന്നത് ആ രംഗങ്ങളെല്ലാം ഇങ്ങനെ പച്ചയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ സമൂഹത്തിൽ പങ്കുവയ്ക്കുമ്പോൾ ചിലർ അത്ഭുതത്തോടു കൂടെ കാണും. ചിലർ പറയും ഇതെന്തായി കാണിക്കുന്നത്, ഇതിങ്ങനെ ഒരു ഫ്രോഡാണ്, അത്ര ശരിയൊന്നുമല്ല, ഇതിങ്ങനെ ഭാവനയെന്ന് കാണിക്കുന്നതാണ്. ആളുകളെല്ലാം ഇതറിഞ്ഞും കണ്ടും ഈ അത്ഭുതങ്ങൾ കണ്ട് ഈ പഞ്ചക്ഷതങ്ങൾ കണ്ടിട്ട് ഓടി വരും. അപ്പോൾ ഇവരോടെല്ലാം വിവരിക്കുകയും വേണം. അപ്പോൾ അവസാനം രൂപത, കോൺവെൻറ്റ് ബന്ധപ്പെട്ടവരെല്ലാം പഠനമായി ചെക്ക് ചെയ്യാൻ വന്നു. ഡോക്ടേഴ്സ് വന്നു, എഴുത്തുകാർ വന്നു, സൈക്കോളജിസ്റ്റ് വന്നു, എന്താ ഇതിങ്ങനെയെന്ന്. അപ്പോൾ ഈ ആൻ കാതറിൻ എമറിച്ചിനെ കുറിച്ച് പുസ്തകം എഴുതിയ വ്യക്തി പറയുന്നത്, ഈ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയ വ്യക്തി പറയുന്നത്, എനിക്കത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിത് ഒന്ന് കണ്ട് ഒന്ന് വിലയിരുത്താം, എന്നിട്ട് ഇത് തെറ്റോ ശരിയാണെന്ന് നാട്ടിലറിയിക്കാം എന്ന് വെച്ചിട്ട് ഞാൻ വന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു ശക്തി എന്നെ ആകർഷിക്കുന്നു. ഞാൻ വന്ന് ഈ വിശുദ്ധ വ്യക്തിത്വത്തിൻ്റെ മുന്നിൽ ഇരുന്നപ്പോൾ ഉടനെ ഞാൻ ആരോടും പറയാത്ത, വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ എന്നോട് ആൻ കാതറിൻ എമറിച്ച് പറഞ്ഞു. ഞാൻ വണ്ടടിച്ചു, ഈ കാര്യം ഇതൊരു രഹസ്യമാണല്ലോ, ഇതാരോടും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല, ഞാൻ പോലും എപ്പോഴുമേ ഇത് ഓർത്തെടുക്കാറുള്ളൂ. അപ്പോൾ ഈ എഴുത്തുകാരൻ, ഈ ഓദർ പറയുന്നത്, ഞാനൊരു കത്തോലിക്ക, പൂർണ്ണമായിട്ടുള്ളൊരു കത്തോലിക്ക വിശ്വാസിയായിട്ട് മാറിയത് ഈ സംഭവത്തോടു കൂടിയാണ്. ഡോക്ടേഴ്സ് എല്ലാം പരിശോധിച്ചു, എല്ലാവർക്കും മനസ്സിലായി ഇത് സത്യമാണ്, ഇതൊരു ദൈവികമായിട്ടുള്ള ഇടപെടലാണ്, ഇത് ഉണ്ടാക്കി കൂട്ടുന്നതല്ല, അത്ഭുതമാണിത്, വിശുദ്ധ വ്യക്തിത്വമാണ്, ഇത്ര രഹസ്യങ്ങളാണ് ഈ വ്യക്തിത്വത്തിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ പഠനത്തിൻ്റെയും കമ്മീഷൻ്റെയും ഭാഗമായിട്ട് പഠനത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ തന്നെ ഏർപ്പെടുത്തി സഭ. അപ്പോൾ അവർ ചെക്ക് ചെയ്തു. എന്നിട്ട് അവർ ഈ ആൻ കാതറിനെ ഒരു 2 ആഴ്ചത്തേക്ക് സ്ഥിരം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി താമസിപ്പിച്ചു. ഇതിനിടയിൽ 1812 കോൺവെൻറ്റുകളെല്ലാം ആ നാട്ടിൽ സപ്രസ് ചെയ്യപ്പെട്ടു. രാജാവ് വന്ന എല്ലാത്തിനെയും, ക്രിസ്തീയ സ്ഥാപനങ്ങളെയെല്ലാം അമർച്ച ചെയ്തു. അപ്പോൾ ഇവർക്കെല്ലാം മാറിപ്പോകേണ്ടി വന്നു. അങ്ങനെ ആൻ കാതറിനെ മറിച്ച് പോകുന്നത് അടുത്തുള്ളൊരു വിധവയുടെ വീട്ടിലേക്കാണ്. അവിടെ സേവനം ചെയ്തുകൊണ്ട് അവിടെ താമസിക്കുകയാണ്. സന്യാസിയെ പോലെ തന്നെ അതേ അവസ്ഥയിലാണ്. ബാക്കി എല്ലാവരും ചിതറിക്കപ്പെട്ടു, എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് ആകപ്പെട്ടു. പക്ഷെ ആൻ കാതറിൻ അവിടെ, കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. പറയുന്നത് അവിടെ ഒരു വൈദികൻ്റെ മന്ദിരവും അവിടെ ഉണ്ടായിരുന്നു, അവിടെയും ശുശ്രൂഷ ചെയ്യേണ്ടി വന്നു. കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചും ധാരാളം വെളിപ്പെടുത്തലുകൾ, ദർശനങ്ങൾ ലഭിച്ചു. ഇതെല്ലാം പഠനത്തിന് വിധേയമാക്കിയപ്പോൾ, സത്യമാണെന്ന് കണ്ടപ്പോൾ ആളുകൾ വീണ്ടും ഒരുമിച്ച് കൂടി. അപ്പം ആൻ കാതറിൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എല്ലാവരും ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈശോട് പറഞ്ഞു, ഈശോ മതി, എനിക്കിനി ദർശനങ്ങൾ വേണ്ട, ഇത് ഇവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു, പഠനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു, എനിക്കിതുകൊണ്ട് പ്രത്യേകിച്ച് മേന്മയില്ല. അപ്പോൾ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഈശോ പറഞ്ഞു, ആൻ കാതറിൻ, ഇത് നിനക്ക് വേണ്ടിയല്ല ഞാൻ തരുന്നത്. നിന്നെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ കാണിച്ചില്ലേ, സഭയുടെ കാര്യങ്ങൾ കാണിച്ചില്ലേ, എൻ്റെ കാര്യങ്ങൾ കാണിച്ചില്ലേ, എല്ലാം കാണിച്ചില്ലേ, രക്ഷയുടെ കാര്യങ്ങൾ കാണിച്ചില്ലേ, ഇത് നിനക്ക് വേണ്ടിയിട്ടല്ല, ഇത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. ആൻ കാതറിൻ, ഇത് മുഴുവൻ എഴുതി വയ്ക്കുക, ഇത് പറയുക, ഇത് എഴുതിപ്പിക്കുക, ഇത് മുഴുവൻ സഭയിലേക്ക് കൊടുക്കുക. കാരണം ഞാൻ സഭയെ സ്നേഹിക്കുന്നു, സഭ എൻ്റേതാണ്, ഇത് സഭയ്ക്ക് വേണ്ടിയാണ്. അപ്പം ആൻ കാതറിൻ പറഞ്ഞു, ഓ താങ്ക് യു ജീസസ്, ഇതെനിക്ക് വേണ്ടിയല്ലല്ലോ, ഞാനത് ചെയ്യാം. ആൻ കാതറിൻ തന്നെ പറയുന്നുണ്ട്, ഞാനിതെല്ലാം കണ്ടാലും ഇത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല എന്ന് എനിക്കറിയാം. ഇതിൽ നിന്ന് എനിക്കൊരു യോഗ്യത ഇല്ല താനും. കാരണം എൻ്റെ പുണ്യം നോക്കുന്നത് എനിക്കെന്ത് ദർശനം കിട്ടി എന്നുള്ളതിലല്ല. അതും കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു.
നിന്നെ ഞാൻ വിലയിരുത്തുന്നതും നിന്റെ വിശുദ്ധി ഞാൻ അളക്കുന്നതും നിനക്ക് കിട്ടുന്ന ഈ ദർശനങ്ങളിലൂടെയല്ല, മറിച്ച് നീ ഏതെല്ലാം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ സഹനങ്ങളെയെല്ലാം നീ എങ്ങനെ ഫേസ് ചെയ്യുന്നുവോ അതിനെ അടിസ്ഥാനമാക്കിയാണ്. പ്രിയപ്പെട്ടവരെ, അതെ, കൊച്ചു ജീവിതത്തിലും ഓരോ അനുഭവത്തിലും നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു. ആൻ കാതറിൻ പറയുന്നുണ്ട്, ആൻ കാതറിൻ്റെ സ്കൂൾ ഓഫ് സഫറിംഗ് ആണ്. സഹനത്തിൽ നിന്നും തിരസ്കരണത്തിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി സഹിച്ചു കേട്ടോ, ബുദ്ധിമുട്ടി, സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലും. കോൺവെൻറ്റിൽ വിടണമെന്ന് പറഞ്ഞപ്പോഴും സമ്പത്തിൻ്റെ കാര്യത്തിലും അഡ്മിഷൻ നേടാൻ നേരത്തും അതിൻ്റെ ഇടയിൽ പഠിക്കാൻ പോയപ്പോഴും പഠിക്കാനും പറ്റിയില്ല. സമ്പത്തില്ലാത്തത് കൊണ്ടും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഉള്ള സമ്പത്തിനെ തന്നെ മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടിയിട്ട് കണ്ടപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തപ്പോൾ അതുമില്ലാതായി. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു, സഹനങ്ങളിൽ കൂടെ. അത് സ്വയമായിട്ട് ഏറ്റെടുത്ത സഹനവും മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുത്ത സഹനവും മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച സഹനവും. അപ്പോഴെല്ലാം അതിനെ ക്രിയാത്മകമായിട്ട് അഭിമുഖീകരിച്ചത് കൊണ്ടാണ്, കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി സ്വീകരിച്ചത് കൊണ്ടാണ്. എല്ലാം പറയും, കർത്താവേ, ഇതെല്ലാം ഞാൻ നിന്നെ കണ്ടുകൊണ്ട് നിൻ്റെ സ്നേഹത്തെ പ്രതി സ്വീകരിക്കുന്നു. ഞാനൊരാൾക്ക് നന്മ ചെയ്യുമ്പോഴും അത് അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതല്ല, നിന്നെ ഞാൻ അവരിൽ കാണുന്നത് കൊണ്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാ തരത്തിലും മൂല്യത്തിൽ അധിഷ്ഠിതമായ, ദൈവിക ചൈതന്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചതുകൊണ്ടാണ് ആൻ കാതറിൻ എംറിച്ച് വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ടത്. തൻ്റെ അനുദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ തൻ്റെ 49ാമത്തെ വയസ്സിൽ 1725 ഫെബ്രുവരി 9 തൻ്റെ ആത്മാവിനെ നിത്യകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. താൻ നിത്യമായിട്ട് സമർപ്പിച്ചതിന് ശേഷം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ വന്നു. ഒരിക്കലും സുഖപ്പെടാത്ത രോഗികൾ സുഖപ്പെടുന്നു. മാത്രമല്ല, ഇതുപോലെ അത്യപൂർവമായ ഒരു ജീവിതം കണ്ടതുകൊണ്ടും ഇതുപോലെ ഒത്തിരിയേറെ ലേഖനങ്ങൾ അല്ലെങ്കിൽ ഒത്തിരിയേറെ വെളിപ്പെടുത്തലുകൾ തൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് ലഭിച്ചതുകൊണ്ടും ഒരു വിശുദ്ധ വ്യക്തിത്വമായിട്ട് സഭയ്ക്ക് അനുഭവപ്പെട്ടു. 2004 ജോൺ പോൾ പാപ്പയാണ് വാഴ്ത്തപ്പെട്ടവളായിട്ട് ആൻ കാതറിൻ എമിർച്ചിനെ ഉയർത്തിയത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഈ വാഴ്ത്തപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തിലേക്ക് ഓരോരുത്തരും കൂടുതലായിട്ട് എത്തി നോക്കണം. മാത്രമല്ല, പുസ്തകങ്ങൾ ഒത്തിരിയുണ്ട്, വെളിപ്പെടുത്തലുകൾ ഒത്തിരിയുണ്ട്. ഒന്നുമല്ലെങ്കിൽ നമുക്ക് പാഷൻ ഓഫ് ക്രൈസ്റ്റ് വീണ്ടും ഒന്നും കൂടി കണ്ടാലറിയാം. അപ്പം എല്ലാവരും പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുമ്പോൾ ഓർക്കുക, ഇത് കർത്താവ് വെളിപ്പെടുത്തിയ കാര്യമാണ്. കർത്താവ് പല വിശുദ്ധർക്കും തൻ്റെ സഹനങ്ങളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അന്ന് പീഡ അനുഭവിപ്പിച്ചവർക്കറിയില്ല എന്തുമാത്രം ഡീപ്പാണ് ഈ വേദനകളെന്ന്. പക്ഷേ കർത്താവിനറിയാം എന്തെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നു. അതെല്ലാം കർത്താവ് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റെടുത്തത്. അതുകൊണ്ട് ഈ പീഡാനുഭവത്തിൻ്റെയും ഈ രക്ഷാകര ചരിത്രത്തിൻ്റെയും വെളിപ്പെടുത്തലുകളുടെയും ഒന്നും കാലങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, നിത്യതയോളം അത് തുടരും. നമുക്ക് ഈശോയുടെ ആ രക്ഷാകര രഹസ്യങ്ങളെ ഏറ്റെടുക്കാം. വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എംറിച്ചിനെ പോലെ നമ്മുടെ എളിയ ജീവിതം കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിന് വേണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കുവാനും വേണ്ടിയിട്ട് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എംറിച്ചിൻ്റെ മാധ്യസ്ഥമുണ്ടായിരിക്കട്ടെ. ഈശോയെ നമുക്ക് സ്നേഹിക്കാം, ഈശോയെ നമുക്ക് പ്രഘോഷിക്കാം, ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി.